ഈ പ്രഭാഷണം ശ്രമിക്കുന്ന സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ധാർമ്മിക അഭിവാദ്യങ്ങൾ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അമ്മാ ബഅദ്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മഹല്ലിലെ കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കൂടിച്ചേരൽ എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. കൊടിഞ്ഞ് ഇന്ന് രാജ്യ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ പല കാരണങ്ങളാൽ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രദേശം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ വളരെ ആഴത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ വിഷയീഭവിച്ചിരിക്കുന്നത് ഒരു മുസ്ലിമിന്റെ കൊലപാതകത്തെ തുടർന്നാണ് എന്നുള്ളത് നമ്മളെ വേദനപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്കൃതിയുടെ പൈതൃകത്തിന്റെ ചരിത്രപരമായ വീക്ഷണങ്ങളിൽ സ്വാതന്ത്ര്യ സമരാനന്തര കാലഘട്ടത്തിലുണ്ടായ ചില സംഗതികൾ ഒഴിച്ചാൽ നല്ലത് മാത്രം പറയാൻ കഴിയുന്ന ചരിത്രമല്ലേ ഈ രാജ്യത്തിനുള്ളത് എന്നതല്ല നമുക്ക് മനസ്സിലാക്കും. ദൗർഭാഗ്യവശാൽ പൈതൃകത്തിലെ അധ്യായങ്ങൾ വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ രാജ്യമെന്നും ആകേണ്ടത് ഇങ്ങനെയാണെന്നും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ ആരാണ് കൊണ്ടുപോകുന്നത്, നയിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മറ്റ് ചിന്തകൾക്കൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫൈസൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു, മുസ്ലിമായി. അതാണ് ആ വ്യക്തി കൊല്ലപ്പെടാൻ കാരണമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഫൈസലിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഭാഗ്യം ചെയ്തവനാണ് എന്നാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം ഒരു രക്തസാക്ഷി, ആ രക്തസാക്ഷിക്ക് ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ളത് ഇസ്ലാമികമായ ആദർശങ്ങൾ പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. ഫൈസലിന്റെ കബറിടം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഇസ്ലാമിക വിശ്വാസപ്രകാരം രക്തസാക്ഷികൾ മരിക്കുന്നില്ല. വിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്, രക്തസാക്ഷികൾ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്, അവരല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ രക്തസാക്ഷികളുടെ ഒരുപാട് മക്ബറകൾ, അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടങ്ങൾ ധാരാളമായി കാണുന്ന ഒരു മണ്ണാണ് ഇന്ത്യ. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മുട്ടിച്ചിറയിലും നെറൂരിലും
കൊണ്ടോട്ടിയിലും അടക്കം രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ജനത്തിന്റെ പ്രവാഹമുണ്ടാകുന്നത് അവർക്ക് ഇസ്ലാം കൊടുത്ത പ്രസക്തിയെക്കുറിച്ചുള്ള ബോധം കൊണ്ട് തന്നെയാണ്. ഒരു വെട്ടിലൂടെ, ഒരു കൊലപാതകത്തിലൂടെ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ ആദർശം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ മുസ്ലിമായി ഒരു സാധാരണ ജീവിതം നയിച്ച് സാധാരണക്കാരനായി മരിച്ചു പോകേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് ഫൈസലെങ്കിൽ ഇന്ന് എക്കാലത്തും അനുസ്മരിക്കപ്പെടുന്ന ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലല്ല, ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഷഹീദാണ്, രക്തസാക്ഷിയായി മാറിയ ഒരു വ്യക്തി. ആ വ്യക്തി യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല എന്ന ആദർശം വെച്ച് പുലർത്തുന്ന ഇസ്ലാമിക വീക്ഷണപ്രകാരം ആ ഫൈസൽ ലോകത്തിന്റെ അവസാനം വരെ ജനഹൃദയങ്ങളിൽ ജീവിക്കും. അത് മഹുകളായി, കവിതകളായി, ആലാപനങ്ങളായി, എഴുത്തുകളായി തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് രക്തസാക്ഷിയുടെ നീണ്ട പട്ടികയിൽ ഫൈസൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഒരു ഇല്ലായ്മയ്ക്ക് വേണ്ടി ശ്രമിച്ചവർ ഒരുപക്ഷെ ഓർത്തിട്ടുണ്ടാകും. അവിടെയാണ് ഫൈസൽ അവിസ്മരണീയനായ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചു. ആ നിലക്ക് ഫൈസലിന്റെ ജീവിതത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ വീക്ഷണപ്രകാരം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അയാൾക്ക് പറ്റിപ്പോയ അബദ്ധങ്ങള്, അയാൾക്ക് പറ്റിപ്പോയ വിശ്വാസം പൊറുക്കപ്പെടുകയും അയാളൊരു തികഞ്ഞ നിഷ്കളങ്ക ഹൃദയമുള്ള കുഞ്ഞിനെ പോലെ ആകുമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ആ നിലക്ക് സത്യസാക്ഷിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാള് ഒരു വിശുദ്ധ പദവിയിലേക്ക്, പിന്നീട് അയാൾ അതിന്റെ പേരിൽ തന്നെ കൊല്ലുമ്പോ അയാൾ ഒരു കാലവും മറക്കോ കാരണാത്ത ധീര രക്തസാക്ഷികത്തിൽ പെടുന്നു എന്ന് വരുമ്പോ യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർ ഒരു ഓർമ്മ ലോകത്താന പുരുഷന് ഈ വ്യക്തിയെ ഓർമ്മിക്കാനുള്ള അവസരം നൽകിക്കൊടുത്തു എന്ന അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അപ്പോ വ്യക്തിപരമായി ഫൈസൽ ഭാഗ്യവാനാണ്. ഞങ്ങൾ അല്ലെങ്കിൽ നമുക്ക് രക്തസാക്ഷിയായി മാറിയ, ഷഹീദായി മാറിയ ഫൈസൽ, ആ ഫൈസലിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം കൂടി ലഭ്യമായിരിക്കുന്നു. ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ധീരനായ രക്തസാക്ഷിയായി മാറിയ ഫൈസൽ ഷഹീദിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ആഖിറം വെളിച്ചമാക്കി തരണേ, ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അത്ര ഉന്നത പദവിയിലേക്ക് ഫൈസലെത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇല്ലായ്മക്ക് ശ്രമിച്ചവരുടെ ശ്രദ്ധയിൽ വരേണ്ട കാര്യമാണ്. രണ്ടാമത്, ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുമ്പോ ആ ഇസ്ലാമത്തിലേക്ക് കടന്നു വരല് പ്രേരണയുടെ, ബാഹ്യമായ പ്രേരണയുടെ തലത്തിൽ കടന്നു വന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പറയാൻ പറ്റില്ല. മനസ്സുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അത് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. അതുകൊണ്ട് തന്നെ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു സംഗതി
ഇടയിൽ കസേര അവിടെ ഇവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അവിടെ പുറത്തൊക്കെ നിൽക്കുന്ന കയറിയൊക്കെ ഭംഗിയാക്കാം. ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുമ്പോ മനസ്സ് പാകപ്പെട്ടതിന് ശേഷം സത്യസാക്ഷിത്വം ഒഴിഞ്ഞുകൊണ്ടാണ് മതത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ കേവലം വാചികമായ ഒരു ഏറ്റുപറച്ചിൽ കൊണ്ട് മുസ്ലിമാകുന്നില്ല. മനസ്സിനെ പാകപ്പെടുത്തി ഫൈസലിന്റെ ജീവിത ചരിത്രം നമ്മൾ പഠിച്ചു. അദ്ദേഹം ഉപദേശിക്കുമ്പോഴും ജോലിയിലും എന്തായിരുന്നു ആ ജീവിതം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രേരണയുടെ പശ്ചാത്തലത്തിലല്ലല്ലോ ഇസ്ലാം മതത്തെ ആശ്ലേഷിക്കാൻ ഫൈസൽ മെനക്കെടുന്നത്. അപ്പൊ ഈ രണ്ടർത്ഥത്തിലും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരുടെ നയവൈകല്യത്തിന്റെ, അവരുടെ ബുദ്ധിപൂർവമല്ലാത്ത നീക്കത്തിന്റെ ഒരു പരിണിതി മാത്രമാണ്. അവിടെയാണ് കൊട്ടിഘോഷിക്കപ്പെടുന്ന പ്രചരണങ്ങളുടെയും പ്രതിരോധത്തിന്റെയും മാർഗത്തിലേക്ക് ഈ പ്രസ്ഥാനം നീങ്ങാതിരുന്നത്. നാട്ടിലൊരു കൂട്ടായ്മയുടെ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായ സൗമ്യമായ സമീപനത്തിലൂടെ അതിനെ നേരിടണമെന്ന് തീരുമാനിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി അവിടെ വിഷയീഭവിക്കാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വിഷയം, ഇസ്ലാമിക വിശ്വാസി എന്നുള്ള നിലയിൽ ഏതൊരാളാവട്ടെ ആ ഒരു വ്യക്തി അദ്ദേഹം വധിക്കപ്പെടുന്നത് രക്തസാക്ഷിയുടെ പ്രതിഫലം വാങ്ങിക്കൊണ്ടാണെങ്കിൽ നമ്മുടെ തലമുറ കഴിഞ്ഞാലും ഇനി വരാനിരിക്കുന്ന കാലഘട്ടം ഏതൊക്കെ വന്നാലും കൊടിഞ്ഞിയിലെ രക്തസാക്ഷിയുടെ ഒരു ഷഹീദിന്റെ ചരിത്രത്തിൽ ഫൈസൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഫൈസൽ ജീവിച്ചിരുന്നതിനേക്കാൾ ഭംഗിയായി തന്റെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമറിയാൻ. ഒരു സാധാരണക്കാരനായി ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിന്റെ 1000 ഇരട്ടി ശക്തിയോടെ ഫൈസൽ അള്ളാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സത്യവിശ്വാസിയുടെ മനസ്സിൽ ജീവിക്കുമെന്ന യാഥാർത്ഥ്യം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ ഒരു വിശ്വാസി അയാളെ പിന്തിരിപ്പിക്കാൻ, ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ സകല തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും പരാജയപ്പെടുമ്പോഴാണല്ലോ ഒരാൾ കൊല്ലപ്പെടണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടിയ ശ്രമങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ടാകണം. എന്നിട്ടും പിടിച്ചു നിന്ന തന്റെ ആദർശത്തിൽ ഉറച്ചുന്ന ഫൈസൽ ഒരു കാര്യം സമൂഹത്തോട് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രലോഭനങ്ങളുടെ അല്ലെങ്കിൽ പ്രചോദനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മാറേണ്ട ഒന്നല്ല ആദർശവും വിശ്വാസവും. അത് ഈ തലമുറക്ക് ശക്തമായൊരു പാഠവുമാണ്. ആ നിലയ്ക്ക് ഉറച്ച വിശ്വാസിയായിരുന്നു ഫൈസൽ എന്ന് നമുക്ക് നൽകപ്പെടുകയാണ്. ഈ ഒരു മാറ്റത്തെ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നല്ല എന്ന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർ ഓർക്കേണ്ടതായിരുന്നു. മൂന്നാമത്തെ ഒരു വിഷയം, അത് നാടും രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ നടന്നതിന് ശേഷം സ്വകാര്യ ഏജൻസികൾ മുതൽ രാഷ്ട്രീയ പ്രധാനക്കാരും സാമൂഹ്യ സാമ്പത്തിക പ്രവർത്തകന്മാരും വരെ അതീവ രഹസ്യമായി കൊടിഞ്ഞിയിലേക്ക് കടന്നു വന്നു എന്ന് നമുക്കറിയാം. എന്തിനാ വന്നത്? ആളിക്കത്തുന്ന ഒരു കൊടിഞ്ഞി കാണാനാണ്. ഒരു കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് മാപ്പിളമാരും ഹിന്ദുക്കളും തമ്മിൽ
കൊമ്പ് കോർക്കുന്ന വലിയ കാഴ്ചകൾ കാണാനാണ്. കാരണം മലപ്പുറം ജില്ല പെറ്റുകൂട്ടുന്നവന്റെ നാടും, മലപ്പുറം ജില്ല അന്യസമുദായക്കാർക്ക് ഒരിഞ്ച് പോലും സൗഹൃദം പങ്കിട്ട് കൊടുക്കാത്തവന്റെയും നാടാണെന്ന ഒരു കുപ്രചരണം നമ്മുടെ രാജ്യത്ത് ഇവ നിലനിൽക്കുന്നുണ്ട്. അത് പൊളിച്ചെഴുതുന്ന ആരാണ്? നാം പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ യാത്രയപ്പ് വേളകളിൽ ഈ രാജ്യത്തെ കലക്ടർമാരായി, സബ് കലക്ടർമാരായി, പത്രപ്രവർത്തകന്മാരായി, റവന്യൂ ഉദ്യോഗസ്ഥന്മാരായി മലപ്പുറത്തേക്ക് കടന്നു വന്ന പല ജില്ലക്കാരും അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. മലപ്പുറത്തെക്കുറിച്ച് പേടിച്ചൊരു ചരിത്രമുണ്ടവർക്ക്. അന്യസമുദായത്തെ ഒരിക്കലും അംഗീകരിക്കാത്ത, അവരെ ദുഷ്ടലോക്കോടെ നോക്കുന്ന, മാപ്പിളമാരുടെ അരയിൽ ഒരു പീച്ചാങ്കത്ത് തിരികെ നടക്കുന്ന അരപ്പട്ട കെട്ടിയ ഗ്രാമങ്ങളുള്ള മലപ്പുറത്തെ പേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ മടിച്ച പലരും ഈ നാട് വിട്ടുപോകുമ്പോ കരഞ്ഞില്ലേ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അവർ കരഞ്ഞിട്ടാണ് പോകുന്നത്. മലപ്പുറത്തിന്റെ സൗഹൃദവും, സൗഹൃദ ചായയും, മലപ്പുറത്തിന്റെ ബിരിയാണിയും, മലപ്പുറത്ത് ജാതിമത ഭേദമില്ലാതെ വിളിക്കപ്പെടുന്ന കല്യാണങ്ങളും ആവോളം ആസ്വദിച്ച് ഇതാണ് മലപ്പുറമെങ്കിൽ ഇവിടെ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ മലപ്പുറത്തെ ഒന്നുകൂടി വികൃതമായി കാണാൻ, പീച്ചാങ്കത്തി കൊണ്ട് അന്യമത വിശ്വാസികളെ കുത്തിക്കീറുന്ന കാഴ്ച കാണാൻ വേണ്ടി വന്നവർക്ക് ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്ന ചായമക്കാനിയും കുപ്പിവെള്ളം വരെ, വെള്ളം കിട്ടൂല എന്ന് പേടിച്ചിട്ട് കാറിൽ കുപ്പിവെള്ളം വരെ കരുതി വെച്ച് വന്നവരുണ്ട് ഇവിടെ കാണാൻ. പക്ഷേ അന്യനാട്ടിൽ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നവർക്ക് വെള്ളം നിഷേധിക്കുന്നവന്റെ ചരിത്രമല്ല കൊടിഞ്ഞിക്കുള്ളത്, മലപ്പുറത്തിനുള്ളത്. ഇവിടെ തുറന്നു വെച്ച കടകളും സ്കൂളിലും മദ്രസയിലും പോകുന്ന കുട്ടികളും സ്വൈര്യമായ ജീവിതവും കണ്ട് അന്തം വിട്ടുപോയി. അത് ഈ നാട്ടിലെ ഒരു കുട്ടി നഷ്ടപ്പെട്ടതിന്റെ വേദന ഇല്ലാഞ്ഞിട്ടല്ല, അത്തരം വേദന ഇല്ലാതാക്കി മറക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിലുമല്ല. നേരെ മറിച്ച് ഒരു കൊലപാതകത്തിന് പകരമായി കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നത് ഒരു സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചുള്ളവന്റെ ജീവിത ശൈലിയല്ല, സാംസ്കാരിക ബോധമുള്ളവന്റെ ശൈലിയുമല്ല. അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. നേരെ മറിച്ച് തെറ്റുകൾക്ക് പരിഹാരമായി തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആ അവസരങ്ങളെ കുറിച്ചാണ് നമുക്ക് ചിന്തിച്ചത്. അപ്പോ കത്തിക്കാളുന്ന കൊടിഞ്ഞു കാണാൻ വേണ്ടി വന്നവർ നിരാശപ്പെടേണ്ടി വന്നു എന്ന് അനുഭവ കുറിപ്പുകളിൽ നിന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും നമ്മൾ വായിച്ചു. നമുക്ക് നമ്മുടെ നാടിനെ ഈ കൊലപാതകത്തിന്റെ പേരിൽ കുട്ടിച്ചോറാക്കാൻ പറ്റുമോ? സൗഹൃദത്തിന്റെ തകർച്ച, ആ സൗഹൃദത്തിന്റെ തകർച്ച യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ അവയവങ്ങൾ നഷ്ടപ്പെടുന്ന തുല്യമാണെന്ന് ഒരു മൊഴിയുണ്ട്. മനുഷ്യർക്കിടയിൽ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുമ്പോ ആ സൗഹൃദങ്ങളുടെ നഷ്ടപ്പെടൽ സ്വന്തം ശരീരത്തിൽ അവയവങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ് പറഞ്ഞു വെച്ച മഹാന്മാർ, അവർ വായിച്ചവരാണ് നമ്മൾ. ആ അർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശത്തിന്റെ സൗഹാർദ്ദവും സ്നേഹം നഷ്ടപ്പെടുത്തിയിട്ട് എന്താണ് അതിൽ കിട്ടാവുന്ന ലാഭം? അമീതാജി പറഞ്ഞതുപോലെ ഒരാളെ കൊന്നവൻ, 100 ആളെ കൊന്നവൻ, ഇവർക്ക് കിട്ടേണ്ട യഥാർത്ഥമായ ശിക്ഷ, ആ ശിക്ഷയ്ക്ക് വേണ്ടി, അർഹിക്കുന്ന ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യന് സൃഷ്ടിച്ച നാഥന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുകയാണ് നമ്മുടെ സംസ്കാരം. എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത സൃഷ്ടിസ്ഥിതി സംഹാരം, അതിന്റെ അധിപനായ പടച്ചറബ്, അവന്റെ മുമ്പിലേക്ക് കൃത്യമായിട്ട് ആവലാദികൾ ബോധിപ്പിച്ചുകൊണ്ട് അവന്റെ നടപടിക്രമങ്ങൾ കാത്തിരിക്കുക എന്ന ഒരു ഉന്നതമായ സംസ്കാരമുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന അതിന്റെ ആദർശ പോരാട്ടത്തിൽ. അതിന്റെ ഏറ്റവും നല്ല മാതൃകയായി
ഈ പ്രദേശം കൊടിഞ്ഞ് വീണ്ടും അതിന്റെ മഹത്വം ഉദ്ഘോഷിച്ചു. അല്ലേലും ആരെ കൊന്നിട്ടും ആരെ തകർത്തിട്ടും എന്താണ് നേടാനിരിക്കുന്നതിനെ കുറിച്ച് ഒരു ആലോചന വേണ്ട നമുക്ക്. ആ ആലോചന നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യജീവിയെ ഇരുട്ടിന്റെ മറവിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുക. ആ കൊലപ്പെടുത്തിയത് കൊണ്ട് ആ കൊല ചെയ്യാൻ കൂട്ടുനിന്നവരും അതിനാസൂത്രണം ചെയ്തവർക്കും കിട്ടിയ നേട്ടം എന്താണ്? ആത്യന്തികമായി അതിനൊന്ന് വിലയിരുത്തേണ്ടതല്ലേ? അവർക്ക് സംഘടനാപരമായി നേട്ടം കിട്ടിയോ? കിട്ടുമായി. മലപ്പുറത്ത് ആരോ പറഞ്ഞു വെച്ച പീച്ചാങ്കത്തികൾ പുറത്തിറക്കിയിട്ട് കുത്തും കൊലയുമായിട്ട് നാട്ടുകാർ പുറത്തിറങ്ങിയാൽ അതിന്റെ ഫലം കൊയ്യാൻ പലയിടത്തും ആള് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പൂതി കെടുത്തുകയാണ് യഥാർത്ഥത്തിൽ കൊടിഞ്ഞിക്കാർ ചെയ്തത്. അങ്ങനെ കണക്ക് കൂട്ടി വെച്ചവരുണ്ടായിരിക്കും. ആ കണക്കുകൾ തെറ്റിയിരിക്കുന്നു. മറ്റൊന്നും കൂടി സംഭവിച്ചു. ഈ കൊലപാതകത്തിന്റെ പേരിൽ എന്ത് നഷ്ടമാണ് സംഘടനാപരമായിട്ട് കിട്ടിയത്, വ്യക്തിപരമായിട്ട് കിട്ടിയത്, രാഷ്ട്രീയപരമായിട്ട് കിട്ടിയത് എന്നൊരാലോചന കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട്. രഹസ്യമായിട്ട് പലരും ഇവിടെ വന്ന് പഠനം നടത്തിയപ്പോ ഞങ്ങൾ കേട്ട മലപ്പുറം അല്ല ഇത്. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ മലപ്പുറം അല്ല ഇത്. സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹം മലപ്പുറത്തെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചില വാക്കുകൾ തീരുമാനങ്ങൾ പുറത്തെടുക്കാറുണ്ട്. ആ പറഞ്ഞ മലപ്പുറം അല്ല ഇത് എന്ന് ചിലർക്കെങ്കിലും ഇവിടുന്ന് ബോധ്യപ്പെട്ടു. അതീവ രഹസ്യമായി ചർച്ചയ്ക്ക് വന്നവരുണ്ടല്ലോ ഇവിടെ. അതീവ രഹസ്യമായി ചർച്ചയ്ക്ക് വരികയും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വന്നവർക്ക് ഒരു സ്വൈര്യക്കേടുമില്ലാത്ത കൊടിഞ്ഞിയെ കണ്ടപ്പോ അവര് മുമ്പ് കേട്ടുവച്ചതല്ല മലപ്പുറം എന്നവർക്ക് ബോധ്യപ്പെട്ടു എന്നല്ല യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു. സംഘടനയ്ക്ക് നേട്ടമുണ്ടായോ? ഉണ്ടായില്ല. ആ മതത്തിന് നേട്ടമുണ്ടായോ? നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത്. പിന്നെന്തിനു ചെയ്തു എന്നത് ആ ചെയ്തവരും ഗൂഢാലോചന നടത്തിയവരും കൃത്യമായിട്ട് അവർക്കിപ്പോ ആലോചിക്കാൻ പറ്റിയ സമയമാണ്. ഒറ്റക്കിരുന്ന് നന്നായിട്ട് ആലോചിക്കാൻ പറ്റിയ സമയമാണ്. ഇവിടെ തകർക്കപ്പെടുന്ന സൗഹൃദം. നമ്മുടെ നാട്ടില് പലർക്കും പല മതമുണ്ട്, പല ജാതിയുണ്ട്. ഈ മതത്തിന്റെയും ഈ മതത്തിന്റെയും ജാതിയുടെയും ഒരാകത്തുകയാണ് ഇന്ത്യ. ആയിരക്കണക്കോളം മതങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. 3000-ലേറെ അല്ലെങ്കിൽ 6000-ന്റെ ഇടയ്ക്ക് വരുന്ന ജാതികളുണ്ട് നമ്മുടെ രാജ്യത്ത്. ആരൊക്കെ നമുക്ക് ഒതുക്കാൻ സാധിക്കും? ആരൊക്കെ അടിച്ചമർത്താൻ സാധിക്കും? കഴിയാത്തൊരു രാജ്യമാണത്. ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ഭാവങ്ങളെ കുറിച്ചെങ്കിലും അറിയണ്ടേ? മതത്തിന്റെ പേരിലാണ് കൊലപാതകമെങ്കിൽ ആ മതത്തിന്റെ വേദങ്ങളെ കുറിച്ച് അറിയണ്ടേ? വേദങ്ങളെയും ഉപനിഷത്തുകളെയും കുറിച്ച് അറിയണ്ടേ? ഇതിഹാസങ്ങളും പുരാണങ്ങളും വായിക്കണ്ടേ? അതെങ്കിലും വായിക്കാതെ ഏത് തരത്തിലുള്ള ധർമ്മയുദ്ധമാണ് നടത്തിയതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന് സൗഹൃദം തകർക്കാനല്ലാതെ ഗുണമുണ്ടാക്കിയിട്ടില്ല. ഋഗ്വേദത്തിൽ പറയുന്നൊരു വചനം, ഏകം സദ്വിപ്രാബഹുധാവതന്തി, സത്തായ ഒന്നിനെ വിദ്വാൻമാർ പലതായി പ്രകീർത്തിക്കുന്നു. കൊന്നവൻ അറിയുമോ ഋഗ്വേദത്തിൽ ഇങ്ങനൊരു വചനമുണ്ടെന്ന്? അല്ലേലും കലാപങ്ങൾക്ക് ആക്കം കൂട്ടാൻ പോകുന്നവർ വേദങ്ങളും പുരാണങ്ങളും പഠിച്ചവരല്ല. അവർ യന്ത്രപ്പാവകളാണ്. ആരോ പറയുന്ന റിമോട്ട് കൺട്രോളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമനുസരിച്ച് കൊല്ലാനും ചാകാനും വിധിക്കപ്പെട്ടവർ. അവരറിയണ്ടേ അവർ വിശ്വസിക്കുന്ന മതത്തിൽ ആ മതത്തിന്റെ പ്രധാനപ്പെട്ട വേദം ഋഗ്വേദം. ആ ഋഗ്വേദത്തിൽ സൂചിപ്പിക്കുന്നത് ഇപ്പറഞ്ഞ വചനമാണ്. സത്തായ ഒന്നിനെ വിദ്വാൻമാർ പലതായി പ്രകീർത്തിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ചിന്താധാരകൾ ഒരുപാടുണ്ട്. ഈശ്വരൻ ഒന്നേയുള്ളൂ. അതാണ് വേദത്തിന്റെ പ്രമാണം. ഈശ്വരൻ ഒന്നേയുള്ളൂ. പക്ഷെ ആ ഈശ്വരന് പല നാമങ്ങളിട്ട്, പല ചാലുകൾ കീറി, പല അരുവികൾ സൃഷ്ടിച്ച് മനുഷ്യർ പലതായി വിളിക്കുകയും പ്രകീർത്തിക്കുകയും ഭജനമടിക്കുകയും ചെയ്യുന്നു. എന്നാലും അവസാനം അത് എത്തിപ്പെടുന്നത്
ഒരൊറ്റ ദൈവത്തിലേക്കെന്ന് പറയുന്ന ഒരാശയം അതിനിടയിൽ കിടക്കുന്നില്ലേ? അരുവികളെല്ലാം സമുദ്രത്തിൽ ലയിക്കുന്നു എന്നൊരു വചനം ആർഷഭാര സംസ്കാരത്തിന്റെ അടിക്കല്ലല്ലേ? അരുവികളെല്ലാം ചേർന്ന് സമുദ്രമാകുന്നു എന്ന ഈ രാജ്യത്തിന്റെ ആർഷഭാര സംസ്കാരത്തെ ആ വചനപ്പൊരുളിനെ ആർക്കാണ് അറിയ? യഥാർത്ഥത്തിൽ ഇല്ലായ്മകൾ ചെയ്യാനും കൊന്നൊടുക്കാനും ശ്രമിക്കുന്നവർക്ക് ഇത്തരം ചില കാര്യങ്ങൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ആദർശത്തിന്റെ അടിക്കലാണെന്ന് അറിയുമോ? അവർക്ക് അറിയില്ല. അതറിയാത്തത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ചാടുന്നത്. എല്ലാ അരുവികളും ചേർന്ന് സമുദ്രമാകുന്നു, അഥവാ എല്ലാ ചിന്താധാരകളും ചേർന്ന് ഈശ്വരനിൽ ലയിക്കുന്നു എന്ന ചിന്ത, അത് ആർഷഭാര സംസ്കാരത്തിന്റെ അടിക്കല്ലാണ്, ആണിക്കല്ലാണ്. ഇങ്ങനെ തുടങ്ങിയ അനേകം വസ്തുതകൾ ഈ രാജ്യത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തിന്റെ ആ സാംസ്കാരിക ഔന്നത്യത്തെ ശൂന്യതയിലേക്ക് തള്ളിവിട്ട് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത്, അതേ സംസ്കാരത്തിന്റെ പേരിലാണ് നാട്ടിൽ കൊലപാതകങ്ങൾ സൃഷ്ടിച്ച് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതെങ്കിൽ സ്വന്തം മതത്തെക്കുറിച്ച് നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു, സ്വന്തം വേദങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു, ഉപനിഷത്തുകളെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു, പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠനത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. അതില്ലാത്തതാണ് യാഥാർത്ഥ്യം. ഈ രാജ്യത്തിന്റെ ആർഷഭാരതം എന്ന് വിളിക്കുന്ന രാജ്യത്തിന്റെ പല ഭാഗങ്ങൾ വേർപെട്ടു പോയിട്ടുണ്ട്. ശ്രീലങ്ക പോയി, അഫ്ഗാനിസ്ഥാൻ പോയി, പാകിസ്ഥാൻ പോയി, ഇതെല്ലാം ചേർന്ന പ്രവിശാലമായ ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ ചരിത്രം എന്താണ്? തല്ലിപ്പിരിഞ്ഞതിന്റെ ചരിത്രമാണോ? അല്ല, കൂട്ടിച്ചേർത്തതിന്റെ ചരിത്രമാണ്. വിശാലമായ ഭൂമികയിൽ സമ്പത്തിന്റെ കലവറയായിരുന്നില്ലേ നമ്മുടെ രാജ്യം? ഈ രാജ്യത്ത് അനേകം നാടുകളിൽ നിന്ന് ആൾക്കാർ ഒഴുകിയെത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അവകാശം ആർക്കാണ്? പലപ്പോഴും ചർച്ചകൾ അങ്ങോട്ടാണ്. ഇത്തരമൊക്കെ ജാണ്ടകൾ സംസാരിക്കുന്നവർ പലപ്പോഴും ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പാകിസ്ഥാനിലേക്ക് പോയെന്നാണ്. ഈ മനുഷ്യന്മാരെല്ലാവരും കൂടി പോകാൻ മാത്രം പാകിസ്ഥാൻ ഇല്ല. അവിടെ ചെന്നാൽ താമസിക്കാൻ മാത്രം വലുതല്ല പാകിസ്ഥാൻ. അതൊരു ചെറിയ രാജ്യമാണ്. അനങ്ങിയാൽ, മിണ്ടിയാൽ ഉടൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നവർ ഒരു ചരിത്രം കൂടി പഠിക്കണം. ആ ചരിത്രം എന്താണ്? ഇത് വിദ്വേഷത്തിന് വേണ്ടി പറയുന്നതല്ല, യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ്. ഇന്ന് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇത്തരം ഇല്ലായ്മകൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന പല നേതാക്കന്മാരും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറയുമ്പോ അവരൊക്കെ ജനിച്ചത് പാകിസ്ഥാനിലാണ് എന്ന യാഥാർത്ഥ്യം മറച്ചിരിക്കുകയാണ്. ലാഹോറിലും പെഷവാറിലും ജനിച്ചവർ ഈ രാജ്യത്തിന്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ചില ചെറുപ്പക്കാരെ ഉത്തേജിതരാക്കുമ്പോ യഥാർത്ഥത്തിൽ അവരെ മണ്ണ് അവിടെയാണ് എന്ന യാഥാർത്ഥ്യം മറന്നുപോവുകയാണ്. ഇതൊന്നും കീറിമുറിച്ച് പരിശോധിച്ച് വ്രണമാക്കാൻ പാടില്ലാത്ത വസ്തുതകളാണ്. ഈ രാജ്യത്ത് നിവസിക്കുന്ന എല്ലാവരെയും ഒന്നായി കാണാൻ സാധിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയും ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ ഭാരത രാജ്യം, ആ രാജ്യം സമ്പന്നതയിൽ ലോകത്തെ ഏറ്റവും മികച്ച രാജ്യമായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള രാജ്യത്തേക്ക് അനേകം ആൾക്കാർ കടന്നു വന്നു. ആദ്യം ഈ രാജ്യത്തുണ്ടായിരുന്നത് ആരാണ്? നീഗ്രോ പ്രോട്ടോ ആസ്ട്രലോയിഡുകൾ എന്നറിയപ്പെടുന്ന കറുത്ത വർഗക്കാർ, ചപ്ര തലമുടിയും ചപ്പിയ മൂക്കുമുള്ള ഇന്ന് ഏതെങ്കിലും കാടുകളിൽ താമസിക്കുന്ന ഒരു വിഭാഗം. അവരായിരുന്നു രാജ്യത്ത് ആദ്യമുണ്ടായിരുന്നതാണ് ചരിത്രത്തിൽ ആധികാരികമായ എഴുതപ്പെട്ട ചരിത്രം. ശേഷം ദ്രാവിഡന്മാർ കടന്നു വരുന്നു, പിന്നീട് ആര്യന്മാർ കടന്നു വന്നു മധ്യേഷ്യയിൽ നിന്ന്. അവർ വെളുത്തവരായിരുന്നു. ഇന്ത്യക്കാർ യഥാർത്ഥത്തിൽ കറുത്തവരായിരുന്നു. ആ കറുത്ത വർഗത്തോട് വെളുത്ത വർഗത്തിന്റെ പിന്നെ രാജ്യത്തേക്ക് ഒഴുക്കാണ്. നോക്കുമ്പോ അനേകം ഇടങ്ങളിൽ നിന്ന് ഓരോരോ കാലഘട്ടങ്ങളിലായിട്ട് ഈ രാജ്യത്തേക്ക് ജനങ്ങൾ കടന്നു വന്നു. ആ കടന്നു വന്ന മനുഷ്യന്മാരുടെ സങ്കരവർഗമാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് മുസ്ലിങ്ങൾ.
ഇന്ത്യ എന്നല്ല, ലോകത്തുള്ള എല്ലായിടങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ഒരു കാലത്ത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്ന മനുഷ്യ ചരിത്രമില്ല. ഇന്ന് അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് ഇങ്ങോട്ടാരും കടക്കണ്ട എന്ന് പറയുമ്പോ അയാൾ പറയുന്നൊരു വിഡിത്തം അറിയാമോ നമുക്ക്? അയാളുടെ തലമുറ അമേരിക്കക്കാരല്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ പോലെ വിജനമായ രാജ്യമായിരുന്നു. ആ രാജ്യത്തേക്ക് കടന്നു ചെന്നവരാണ് ഇന്ന് അവിടുത്തെ വെളുത്തവർഗക്കാർ. ആ രാജ്യത്തിന്റെ അവകാശികൾ ആരാണ്? റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്ന ഒരു കറുപ്പും ചുവപ്പും കലർന്ന ആദിവാസികളായിരുന്നു. 20 ലക്ഷത്തിലേറെ റെഡ് ഇന്ത്യൻസിനെ കൊന്നൊടുക്കിയിട്ടാണ് വെള്ളക്കാർ അമേരിക്ക കീഴടക്കുന്നത്. എന്നിട്ട് ആ അമേരിക്കക്കാർ എന്ന് പറയുന്നു ആ രാജ്യത്തേക്ക് വേറെ ആരും കടക്കരുതെന്ന്. എന്തൊരു വിഡ്ഢിത്ത ലോകത്ത് നടക്കുന്നത്! ഈ വിഡ്ഢിത്തങ്ങളൊക്കെ കേട്ടിട്ട് ചെവി പൊത്തിപ്പിടിക്കാനേ എല്ലാവർക്കും സാധിക്കുന്നുള്ളൂ. ഈ വെള്ളക്കാരായ ഒരാളും, ട്രംപ് ആവട്ടെ, ബുഷ് ആവട്ടെ, റീഗൻ ആകട്ടെ, ആരും, ഹിലാരി ആകട്ടെ, അവർക്ക് അവകാശപ്പെട്ട ഭൂമിയല്ല അത് റെഡ് ഇന്ത്യൻസിന്റേതാണ്. എത്ര പേരെ കൊന്നു? 20 ലക്ഷത്തോളം വരുന്ന റെഡ് ഇന്ത്യൻസിനെ കൊന്നു. എന്നിട്ട് കൈയടക്കിയ ഭൂമിയിൽ വെച്ചുകൊണ്ട് ട്രംപ് പറയുന്നു 8 രാജ്യങ്ങളിലെ മുസ്ലിങ്ങളും അല്ലാത്തവർ ഇങ്ങോട്ട് കടക്കരുതെന്ന്. ഈ വിഡ്ഢിത്തം ലോകത്ത് ഇന്ന് നടക്കുകയാണ്. അറബികളായ മുസ്ലിം സമുദായത്തെ ഇസ്രായേലിൽ നിന്ന് ആട്ടിയോടിച്ചിട്ടാണ് അമേരിക്കൻ സഖ്യശക്തികളും ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാക്കിയത്. എന്നിട്ട് നെതന്യാഹു എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഇപ്പൊ പറയുന്നത്, പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങോട്ട് മുസ്ലിങ്ങൾ കടക്കണ്ടെന്നാണ്. കടക്കരുതെന്ന് പറഞ്ഞ, കടക്കാൻ പാടില്ലെന്ന് പറയുന്ന ഫലസ്തീനി മുസ്ലിങ്ങളുടെ മണ്ണാണ്. ആ മണ്ണിലാണ് വീട് കെട്ടി, കുടിൽ കെട്ടി, കൊട്ടാരം കെട്ടി ജൂതന്മാർ താമസിക്കുന്നത്. എന്നിട്ട് അവർ വിഡ്ഢിത്തം പറയാ ഇങ്ങോട്ടാരും കിടക്കരുത്. ഈ വിഡ്ഢിത്തം എല്ലായിടത്തും ആവർത്തിക്കപ്പെടുന്നതാണ് യാഥാർത്ഥ്യം. അത്തരം ഒരു വിഡ്ഢിത്തമാണ് ഇന്ത്യയിലും സംഭവിച്ചിരിക്കുന്നത്. നീഗ്രോ പ്രൊട്ടാസ്ലോനുകളെ ആധുനിക യുദ്ധമുറകൾ കൊണ്ട് തോൽപ്പിച്ച് കാടിന്റെ അകത്തളത്തിലേക്ക് ആട്ടിപ്പായിപ്പിച്ചതിന് ശേഷം ഈ രാജ്യത്തേക്ക് കടന്നു വന്ന, ഓരോ കാലഘട്ടങ്ങളിൽ കടന്നു വന്ന ദ്രാവിഡർ, ആര്യന്മാർ, ചാകന്മാർ, കുഷാണന്മാർ, ഹൂണന്മാർ, അങ്ങനെ തുടങ്ങിയ ആയിരക്കണക്കിന് ഡൈനാസ്റ്റികൾ ഈ രാജ്യത്തെ കീഴടക്കിയിട്ട് രാജ്യത്ത് ഭരണം ആരംഭിച്ചു. അവരാരും സ്വദേശത്തേക്ക് തിരിച്ചുപോയില്ല. ഇവിടെ കുടിൽ കെട്ടി, വീട് കെട്ടി, കൊട്ടാരമുണ്ടാക്കി ഈ രാജ്യത്തിന് അവർ കല്യാണം കഴിച്ചു. ഈ രാജ്യത്തിന്റെ മക്കളായി മാറി. അപ്പൊ രാജ്യത്ത് നിവസിക്കുന്ന ജനങ്ങള്, ആ ജനങ്ങൾ ഒരു സങ്കരവർഗമാണ്. അവരെ വേറിട്ട് നിർത്താൻ കഴിയില്ല. ഒരു സങ്കരവർഗമാണ്. വെളുത്താര്യന്മാരുടെയും കറുത്ത ദ്രാവിഡന്മാരുടെയും കറുകറുത്ത നീഗ്രോപ്രോട്ടയുടെയും ചുമന്ന പേർഷ്യക്കാരന്റെയും അതേപോലെ തന്നെ വെള്ളക്കാരന്റെയും ഒക്കെ സന്തതികളുടെ സങ്കരവർഗമാണ് ഇന്ത്യ രാജ്യത്തിന് വസിക്കുന്നത്. ഈ രാജ്യത്തിന്റെ മതത്തിന്റെ പ്രത്യേകത എന്താണ്? ആ മതത്തിന് മതമുണ്ട്. ലോകത്തെ എല്ലാ മതങ്ങൾക്കും ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയെക്കുറിച്ച് കൃത്യമായി ബോധമുള്ളവരാണ് മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ. നേരത്തെ പറഞ്ഞ മനുഷ്യന്മാർ, ലോകത്ത് എല്ലായിടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയിരുന്ന മനുഷ്യന്മാർ, അവരെല്ലായിടത്തും ചെന്നെത്തുന്നിടത്ത് ചെന്ന് പാർപ്പുറപ്പിച്ച് മക്കളുണ്ടായി, കുട്ടികളുണ്ടായി, അവരെങ്ങനെ സങ്കരവർഗമായി തീർന്നു. അതുകൊണ്ട് ഒരാൾക്കും ഒരാളെ നുള്ളിപ്പെറുക്കിയെടുത്തിട്ട് ഇതാണ് ശുദ്ധം എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. മനുഷ്യരെ, അമിതമായി അഹങ്കാരിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് പറയുന്നു, എല്ലാവരും ഈ മനുഷ്യകുലം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിടയിലുള്ള വർഗങ്ങളും ഗോത്രങ്ങളും ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ഇതാണ് യാഥാർത്ഥ്യമെന്ന് അറിയുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ. ഇനി മറ്റൊരു വിഷയം, നമ്മുടെ രാജ്യത്ത് എത്ര മതങ്ങളുണ്ട്? എത്ര മതങ്ങളുണ്ട്? ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്ന ഒരു രാജ്യമാണ്. ആ സിവിൽ കോഡ് ആരെ കോഡാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 1000-ഓളം മതങ്ങൾ, ഉപമതങ്ങളടക്കം 3000-ഓളം മതങ്ങൾ, 6000-ഓളം വരുന്ന ജാതികൾ, ഓരോ ജാതിക്കും ഒരു ആചാരം. ഇങ്ങനെ ഈ രാജ്യത്ത് മുസ്ലിമുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, കൺഫ്യൂഷനിസ്റ്റുകളുണ്ട്, തുടങ്ങിയിട്ട് ഒരുപാട് കേട്ട് കേൾവിയില്ലാത്ത മതങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. ഈ മതങ്ങൾക്കിടയിൽ അന്തധാരയില്ലേ? ഉണ്ട്.
1,25,000 വരുന്ന പ്രവാചകന്മാർ ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ മനുഷ്യന്മാർ താമസിച്ചിരുന്നുവോ അവരിലേക്കൊക്കെയും ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസപ്രകാരം അനേകം നിഗമനങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ നിഗമനങ്ങൾ പഠന വിധേയമാക്കുമ്പോ എല്ലാ സമുദായവും ജൂതന്മാർ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ കാലഘട്ടത്തെ വിശ്വാസികളുടെ പാരമ്പര്യത്തിൽ വന്നവരാണ്. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിൽക്കാല തലമുറയാണ് എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രവാചകനെ കൊണ്ടവർ വിശ്വസിക്കണം. ആ നിലയ്ക്ക് വിശ്വസിക്കാതെ കടന്നുപോയ ആൾക്കാർ അവർ പ്രത്യേകമായ മതങ്ങൾ ഉണ്ടാക്കി. ഈ അർത്ഥത്തിൽ മറ്റൊരു നിഗമനമില്ലേ? ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികൾ, ആ ഹിന്ദുമത വിശ്വാസികളുടെ അതിന്റെയൊക്കെ സത്യാവസ്ഥ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നാലും നിഗമനങ്ങൾ ഒരുപാടുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികൾ, ആ വിശ്വാസികൾ ക്ഷേത്രത്തെ പ്രദക്ഷിണം നടത്തുന്നു. ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണവും ക്ഷേത്രത്തിന് ചുറ്റും ശയന പ്രദക്ഷിണം നടത്തുന്നു, കിടന്നുരുണ്ടിട്ട്. ഈ തരത്തിലുള്ള ഒരു പ്രദക്ഷിണം, ആ പ്രദക്ഷിണം ലോകത്താദ്യമായി വന്നത് കഅബയ്ക്ക് ചുറ്റുമാണെന്നും ആ കഅബയ്ക്ക് ചുറ്റും ജനങ്ങളേക്ക് വിളിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണെന്നും ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർമ ഇബ്രാഹിം എന്നതിൽ നിന്ന് ബ്രാഹ്മിൻ എന്ന പദമുണ്ടായെന്നും ആ ബ്രാഹ്മിൻ മതമാണ് ഇന്ത്യയിലെ ഹിന്ദു മതമെന്നും ഒരു നിഗമനമുണ്ട്. ആ അർത്ഥത്തിൽ അന്ന് കഅബ ചുറ്റാൻ വേണ്ടി ജനങ്ങൾ ക്ഷണിച്ചതുപോലെ ഇന്നും അവരുടെ വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്നതിന് പകരം അവര് സെപ്പറേറ്റ് മതമായി മാറിയെന്നും ആ മതത്തിന്റെ ആചാരപ്രകാരമുള്ള അമ്പലത്തിന്റെ ചുറ്റലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഒരു നിഗമനമുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്ന് പഠിക്കേണ്ടത് വസ്തുതയാണ്. ഈ അർത്ഥത്തിൽ മതങ്ങൾക്കിടയിലും ഒരു ധാരയുണ്ട്, അന്തർധാര. ഒരുപക്ഷെ ഋഗ്വേദത്തിന്റെ ധാര തന്നെയായിരിക്കണം. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി, സത്യമായ ഒന്നിനെ പലരും പലതായി പ്രകീർത്തിക്കുന്നു. ഈ ഒരു ആശയത്തിൽ നോക്കുമ്പോ ആരോടാണ് ഏറ്റുമുട്ടുന്നത്? ഈ രാജ്യത്തിന് പകർന്നു കിട്ടിയ 1000 മതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ 1000 സംസ്കാരങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഈ ഒരു ഇന്ത്യ രാജ്യത്തിന്റെ ചട്ടക്കൂട്, ആ ചട്ടക്കൂടിൽ രാജ്യത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് താല്പര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, സൗഹൃദത്തിന്റെ അന്തരീക്ഷം തകർക്കാൻ പലരും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും 4-5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അധികാരത്തിന് വേണ്ടി. അധികാരത്തിന് വേണ്ടി മനുഷ്യരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് മുതലെടുക്കാമെന്ന് ചിലർ ശ്രമിക്കുകയാണ്. അത് ഇന്ന് ഇന്ത്യയിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. ചിലത് വ്യവസായത്തിന്റെ പേരിൽ, തീവ്രവാദത്തിന്റെ പേരിൽ, വാണിജ്യത്തിന്റെ പേരിൽ, ധനസമ്പാദനത്തിന്റെ പേരിൽ പലതും നടക്കുന്നുണ്ട്. ആ തരത്തിൽ ലോകത്ത് പലതരത്തിലുള്ള വിദ്വേഷക പ്രവർത്തനങ്ങളും വിധ്വംസക പ്രവർത്തനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്ന് ഇന്ത്യ രാജ്യം നടക്കുകയാണ്. അതിന്റെ ഒരു ചെറിയ ശീർഷകമാണ് യഥാർത്ഥത്തിൽ കൊടിഞ്ഞിൽ സംഭവിച്ചത്. ഇവിടെ മുതലെടുപ്പ് രാഷ്ട്രീയം ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് മതത്തിന് പുറത്തും മതത്തിനകത്തും നടക്കും. അതുണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മുടെ സംഘടന വിശ്വസിക്കുന്നത്. ഉണ്ടാകേണ്ടത് ഇവിടെ മനുഷ്യർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം വകവെച്ച് കൊടുത്തിട്ടാണ്. നോക്ക്, നിങ്ങള് ഇവിടെ ഫൈസൽ കൊല്ലപ്പെടുന്നു. ഏത് ഭൂമിയിൽ വെച്ചിട്ടാണ്? മമ്പ്രം തങ്ങളുടെ ഭൂമിയിൽ വെച്ചിട്ട്. സ്വാതപ്രസംഗത്തിൽ അതിന്റെ സൂചന ഉണ്ടായി. മമ്പ്രം തങ്ങൾ പാപ്പ ഈ ഭൂമികയിൽ നടന്ന ഭൂമികയാണത്. എന്നിട്ട് സ്ഥാപിച്ച പള്ളി ഇവിടെ ഉണ്ട്, സ്ഥാപിച്ച സംസ്കാരമുണ്ട്, ആചാരമുണ്ട്. അതൊക്കെ സ്വാതപ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അത്തരമൊരു മണ്ണിൽ അതിനെ വികലപ്പെടുത്തി തകർക്കാൻ വേണ്ടി ശ്രമം നടക്കുമ്പോ ഇവിടത്തെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച നല്ല മനുഷ്യർ അവര് മമ്പ്രം തങ്ങളുടെ കാലത്തേക്കൊന്ന് കടന്നുപോയി. അതാണ് യഥാർത്ഥ സൗഹൃദമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ നാട് കത്താതിരുന്നത്. കത്തിക്കാൻ പൂതില്ലവര് ഇല്ലാഞ്ഞിട്ടല്ല, ആ പൂതി മനസ്സിലിപ്പോ കെട്ടിട്ടില്ല.
പക്ഷെ അതിലേക്കല്ല പോകേണ്ടത് എന്ന് നമ്മൾ ഈ സംഘടന ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ മമ്പുറം തങ്ങൾ പാപ്പയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സൗഹൃദത്തിന് വേണ്ടി, അന്യസമുദായത്തിന്റെ സൗഹൃദത്തിന് വേണ്ടി ഇസ്ലാമിനെ മാറ്റിവെച്ച ആളല്ല ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങൾ പാപ്പ. കാലഘട്ടത്തിന്റെ കുത്തുബായിരുന്നു അച്യുതണ്ട്. ഇസ്ലാമിക വിശ്വാസികളുടെ കേന്ദ്രമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ. ആ തങ്ങളുപ്പാപ്പ ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചിട്ടുണ്ട്, സ്വലാത്ത് സ്ഥാപിച്ചിട്ടുണ്ട്, ദിക്റുകൾ ചൊല്ലിച്ചിട്ടുണ്ട്, പള്ളിയിൽ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ടുണ്ട്, അവരോട് വാഴ്ന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങള് അന്യ സമുദായത്തിന്റെ സൗഹൃദം സ്ഥാപിച്ചെടുത്തത്. ഒന്ന് മറ്റൊന്നിനെതിരല്ല. അങ്ങനെ ചിന്തിക്കുന്നവർ മൂഢരാണ്. എങ്ങനെയാണ് ഒന്ന് മറ്റൊന്നിനെതിരായി മാറുന്നത്? പറയാനുള്ള ആദർശങ്ങൾ ജനങ്ങളോട് സംസാരിക്കുക, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവൻ അത് ഉൾക്കൊള്ളുക. അങ്ങനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അത് അയാളുടെ വഴിയെന്ന് തീരുമാനിക്കുക. അതല്ലേ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്? അതാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പട നടത്തിയത്. കൊടിഞ്ഞിയിൽ അങ്ങാടിയിലേക്ക്, കൊടിഞ്ഞിലെ ഈ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന് ഇവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചു. ആ ജനങ്ങള് തങ്ങളുപ്പാപ്പയുടെ ജീവിതം കണ്ടുപഠിച്ചു. അവിടുത്തെ ഇസ്ലാമിക പ്രബോധനം മനസ്സിലാക്കി. കുറെ ആൾക്കാർ ഇസ്ലാമത്തിലേക്ക് കടന്നു വന്നു. കടന്നു വരാത്തവരോട് അക്രമത്തിന്റെ മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ രൂപത്തിൽ വെട്ടിക്കൊലപ്പെടുത്താനോ ശ്രമിക്കാതെ അവരെ അവരുടെ വിശ്വാസത്തിന് വിട്ടുകൊടുത്തു. അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അധ്യായം തന്നെ വിശുദ്ധമായ ഖുർആനിലില്ലേ? അല്ലയോ സത്യനിഷേധികളെ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കൃത്യമായ അടയാളപ്പെടുത്തലിന് ശേഷം അവിശ്വാസിയോട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മതമുണ്ട്, എനിക്ക് എന്റെ മതവും. ഇങ്ങനെ ഒരു അധ്യായം തന്നെ വിശുദ്ധമായ ഖുർആനിലുണ്ട്, കാഫിറൂൻ സൂറത്ത്. ആ സൂറത്ത് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. തന്റെ പ്രബോധനം നടത്താനുള്ള അർഹത ഈ രാജ്യത്ത് ഭരണഘടന നമുക്ക് നൽകുന്നതാണ്. ഭരണഘടനയുടെ 25ാമത്തെ വകുപ്പ് അത് കൃത്യമായിട്ട് നമ്മോട് പറയുന്നുണ്ട്, ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം വെച്ച് പുലർത്താനും ആ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് വകവെച്ചു കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുശാസിക്കുന്നുണ്ട്. ആ തരത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എഴുതപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് എനിക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെയും എന്റെയും വിശ്വാസം വെച്ചു പുലർത്താനും പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയവരായിരുന്നു ഒരു ഭരണഘടന എഴുതുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ നിവാസികൾ. ഈ രാജ്യത്തേക്ക് മമ്പുറത്തെ തങ്ങൾ കടന്നു വന്നപ്പോൾ അവസ്ഥ എന്താ? ഭരണാധികാരികൾ ഹിന്ദുക്കളായിരുന്നു, നാടുവാഴികൾ ഹിന്ദുക്കളായിരുന്നു, ഈ രാജ്യത്തെ നിവാസികൾ അവരേറെക്കുറയും ഹിന്ദുക്കളായിരുന്നു. എന്നിട്ട് മമ്പുറം തങ്ങളെ വെട്ടിക്കൊലപ്പെടുത്താനോ മമ്പുറം തങ്ങൾക്കെതിരെ കഠാരയൂരാനോ അന്നത്തെ സമുദായം തയ്യാറായിട്ടില്ല. അതാണ് ഇന്ത്യ, അതാണ് ഇന്ത്യയുടെ അന്തസത്ത എന്ന് പറയുന്നത്. ആ മതേതരത്വം എന്ന ഒരു പേരിട്ട് വിളിച്ച്, സെക്കുലറിസം എന്ന പേര് വിട്ട് വിളിച്ച് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണത്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന കല്ലായിട്ട് പറയുന്ന സെക്കുലറിസം എന്നത് എഴുതി വെക്കപ്പെട്ട ഒരു സംഭവമാണ്. ഇങ്ങനെ എഴുതുന്നതിന് മുമ്പ്, രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ അവസ്ഥയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മതവിശ്വാസവുമായി കടന്നു വന്ന എല്ലാവർക്കും ഭൂമിക ഒരുക്കിക്കൊടുത്ത മണ്ണാണത്. അതിനവർക്ക് നിയമം ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല, നിയമാവലികളേക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ വന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പറയാനുള്ള അവകാശമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തി. ഹൈന്ദവരായ ഭരണാധികാരികൾ, ഹൈന്ദവരായ ഭരണീയർ അവർ ഇസ്ലാമത്തെ സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? കാരണങ്ങൾ ചിലതുണ്ട്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയുന്നതാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാത്ത ജാതീയതയും അതേപോലെ തന്നെ അധമമായ വികാരങ്ങൾ വെച്ച് പുലർത്തി മനുഷ്യരെ ഭൂരിപക്ഷം വരുന്നവരെ അടിയാൾകരാക്കി കണക്കാക്കി പാടത്ത് പണിയെടുക്കാൻ, മൃഗങ്ങളെപ്പോലെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ഞങ്ങളെ മനുഷ്യരായിട്ട് അംഗീകരിക്കണമെന്ന് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന അണയാത്ത വാജ്ഞ,
അത് നികത്തിക്കൊടുക്കാൻ ഇസ്ലാമിക പ്രബോധകന്മാർ വന്നപ്പോ ഇതിലാണ് സത്യമുള്ളത്, ഇതിലാണ് മനുഷ്യത്വവും മാനവികതയും ഉള്ളെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമത്തിലേക്ക് കടന്നു വന്നു. വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് കടന്നു വന്നു. അങ്ങനെ വന്ന ആൾക്കാർ ഇസ്ലാം മതത്തിന്റെ ആ ശീതളച്ഛായയിൽ വളർന്നു പന്തലിച്ചു. അപ്പോൾ ആരും ഈ തരത്തിലേക്കുള്ള ചിന്തയിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ അമ്പലങ്ങൾ എവിടെ നിർമ്മിക്കണമെന്ന് തങ്ങളുപ്പാപ്പയോട് ചോദിച്ചപ്പോ തങ്ങളുപ്പാപ്പ ചൂണ്ടിച്ചു കാണിച്ചു കൊടുത്തു. ഞങ്ങളെ തൊട്ടടുത്തുള്ള കളയാട്ടമുക്കിൽ, ആ കളയാട്ടമുക്കിൽ കുഞ്ഞിക്കുതിര തലയിൽ വെച്ചുകൊണ്ട് ആ കുഞ്ഞിക്കുതിരയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ആ കുതിരകളെ പ്രതീകാത്മകമായ പൊയ്ക്കുതിരകളെ വീടിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് ചെണ്ട കൊട്ടി പാട്ടുകൾ പാടി വൈചാരികൾ അവരെ അവതരിപ്പിച്ച് ഒരു ആചാരക്രമമായിട്ട് നടക്കുന്ന ആ സമൂഹത്തിന് ആ അമ്പലം നിർദ്ദേശിച്ചത് അതിന്റെ ഉത്സവ ദിവസം മുസ്ലിങ്ങളുടെ വെള്ളിയാഴ്ച തന്നെയായിട്ടും അന്നേക്ക് നിർദ്ദേശിച്ചു കൊടുത്തത് മമ്പുറത്ത് തങ്ങളല്ലേ. ആ സൗഹൃദത്തിന്റെ കാഴ്ച എന്തുകൊണ്ടാണ് നമ്മൾ മറന്നുപോകുന്നത്? എവിടെ വെച്ചാണ് ആ ദിശാബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? മമ്പുറത്തെ മക്കാമിന്റെ അടുത്ത് പൊയ്ക്കുതിരകളെ കൊണ്ടുവന്നിട്ട് സമ്മതം ചോദിക്കുന്ന പതിവ് ഇന്നും അവസാനിച്ചിട്ടില്ലല്ലോ. മുട്ടിച്ചിറയിലെ ശുഹദാക്കള് 11 ശുഹദാക്കൾ മൺമറിഞ്ഞു കിടക്കുന്ന ആ മുട്ടിച്ചിറ പള്ളിന്റെ പരിസരത്ത് വന്ന് പൊയ്ക്കുതിരകളെ അവിടെ വെച്ചിട്ട് അവിടെ ഭണ്ഡാരത്തിൽ നേർച്ചപ്പണമിട്ട് അനുമതി വാങ്ങിയിട്ട് പോകുന്ന ആ നല്ല കാഴ്ചകൾ ഇന്നും കളയാട്ടമുക്കിൽ അവസാനിച്ചിട്ടില്ലല്ലോ. ആരാണ് ആ ദിവസം നിശ്ചയിച്ചു കൊടുത്തത്? ആരാണ് ആ അമ്പലത്തിന്റെ സ്ഥലം നിർണയിച്ചു കൊടുത്തത്? മമ്പുറത്തെ തങ്ങളുപ്പാപ്പയാണ്. ഈ റമദാൻ മാസത്തിൽ 27ാമത്തെ രാവിലെ ഇവിടത്തെ മുസ്ലിം വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പലഹാരത്തിൽ ഒരു ഔദാര്യം എന്ന രൂപത്തിലല്ല, അവകാശം എന്ന രൂപത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ആ ചീരണി എന്ന് പറഞ്ഞിട്ട് അവകാശം നിർണയിച്ചു കൊടുത്തത് ആരാണ്? മമ്പുറത്തെ തങ്ങളാണ്. അതറിയുന്നവർ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നല്ല ചിന്തയുണ്ട്. ആ ചിന്ത അണയാത്തതാണ് ഈ നാട് കത്താതിരിക്കാൻ കാരണം. ആ യാഥാർത്ഥ്യം ഇവിടെ ഇല്ലായ്മകൾക്ക് വേണ്ടി ശ്രമിച്ചവർ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരിക്കലും അത്തരമൊരു ചിന്ത ഒരു നാടിന് നല്ലതല്ല. സൗഹൃദത്തിന്റെ ഭാവങ്ങൾ നഷ്ടപ്പെടുമ്പോ പിന്നെ നടക്കുന്നത് ചോരക്കളികളാണ്. ആർക്കാണ് നഷ്ടമുണ്ടാവുക? ഒരു കലാപത്തിൽ രക്ഷപ്പെട്ടവർ ആരാണ്? ഒരു കലാപമുണ്ടായാൽ ആ കലാപത്തിൽ ലാഭത്തിന്റെ കണക്ക് പറയാൻ കഴിയുന്നവർ മുതലെടുക്കുന്നവർ മാത്രമാണ്. ഇരകൾക്ക് എന്ത് നഷ്ടമാണ്? ഗുജറാത്തിന്റെ മണ്ണിൽ കലാപമുണ്ടായപ്പോ നമ്മളൊക്കെ പുറത്തു കണ്ട ഒരു വലിയ ചിത്രമുണ്ട്. കയ്യിൽ ഒരു നീണ്ട വാളും പിടിച്ചിട്ട് ആക്രോശിച്ച് മുസ്ലിം ഗ്രാമങ്ങളിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു യോദ്ധാവിന്റെ ചിത്രത്തിൽ ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടു. അയാള് പണ്ട് കലിംഗ യുദ്ധത്തിൽ അശോകൻ ചെയ്തതുപോലെ വെട്ടിമുറിക്കപ്പെട്ട ഗളച്ഛേദം ചെയ്യപ്പെട്ട ആ രക്തമണിഞ്ഞ ഭൂമിയിലേക്ക് അയാളും തിരിഞ്ഞു നോക്കിയപ്പോ അതിൽ കണ്ടത് സ്വന്തം സഹോദരങ്ങളെ പോലെ ജീവിച്ച തോളിൽ കൈയിട്ട് നടന്ന സുഹൃത്തിനെ വെട്ടിക്കൊന്നതിന്റെ ചിത്രമാണ്. ഞെടുങ്ങിപ്പോയി അയാള്. ലോകത്ത് ഏതെങ്കിലും ഒരു കലാപം അവസാനം ആർക്കെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? നട്ടങ്ങളില്ലാത്തൊരു കലാപം ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ബുദ്ധിയുള്ളവൻ, മനസ്സുള്ളവൻ, മാനവികതയെക്കുറിച്ച് ബോധമുള്ളവൻ ചിന്തിക്കേണ്ടത് സൗഹൃദങ്ങളുടെ ഭാവങ്ങൾക്കാണ് വളമിട്ട് കൊടുക്കേണ്ടത്. വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കേണ്ടത് സൗഹൃദത്തിന്റെ ചിന്തയിലേക്കാണ്. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്തണമെന്നല്ല. നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും അതേപോലെ തന്നെ ഇസ്ലാമിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറത്തെ തങ്ങള് ലോകത്തിന്റെ വിജ്ഞാനത്തിന്റെയും അതേപോലെ തന്നെ ആത്മീയതയുടെയും അച്യുതണ്ടായി ഖുതുബുസ്സമാനായി നിൽക്കുമ്പോൾ തന്നെ അന്യ സമുദായത്തോട് സൗഹൃദം കാണിച്ചു കൊടുത്തു. അതിന്റെ കൃത്യമായ വിവരം ഈ സമൂഹത്തിനുള്ളിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബ്ദുൽ മജീദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ തരത്തിലാണ് ചിന്തിക്കേണ്ടത്. അവസാനത്തെ നഷ്ടക്കണക്കിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്. തുടക്കം മുതൽ ലാഭക്കണക്കാണ്. ആ ലാഭം മുതലെടുപ്പിന്റെ രാഷ്ട്രീയമല്ല, നേരെ മറിച്ച് മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനപരമായ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു എത്തിനോട്ടമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ. ഇല്ലായ്മകൾ ചെയ്യാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോ ആ ഇല്ലായ്മകൾ ചെയ്യുന്നവന്റെ പ്രവൃത്തി ദോഷത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പെറുക്കെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവർ അതിലേറെ പാപം ചെയ്യുന്നവരാണ്. നമ്മുടെ പാടത്തെ കൊയ്ത്ത്
ആ പാടത്തെ കൊഴുത്ത് കഴിഞ്ഞാൽ, ആ കൊഴുത്തിന്റെ കൊഴുത്തൊക്കെ കഴിഞ്ഞ് കറ്റ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെയും ഇവിടെയുമായിട്ട് ഒന്ന് രണ്ട് കതിരുകൾ ബാക്കി വെക്കുന്ന പതിവുണ്ട്. അത് കുട്ടികൾക്ക് അരിഞ്ഞെടുത്തിട്ട് ആ കുട്ടികൾ അതെടുത്ത് ആ നെൽമണി സ്വന്തം ബാപ്പാക്കും ഉമ്മാക്കും തന്നെ കൊടുത്തിട്ട് കാശുണ്ടാക്കുന്ന ഒരു ചെറിയ സംഘാൻ അവർക്ക് സ്വരൂപിക്കാൻ ഒരു അവസരം പണ്ട് കാലത്ത് നമ്മുടെ കാരണന്മാർ കൊടുത്തിരുന്നു. അതിൽ നല്ല വശമുണ്ട്. പക്ഷെ ഇതൊരു ചീത്ത വശമാണ്. ഒരു മയ്യത്തെടുത്തിട്ട് അത് വെച്ച് കളിക്കുക, ഒരു ഷഹീദിനെടുത്തിട്ട് അത് വെച്ച് കളിക്കുക ഒരിക്കലും ഭൂഷണമല്ല. കാരണം കളിക്കുന്നവർക്ക് കളിയുടെ കയ്യാലപ്പുറത്തിരുന്നു കൊണ്ട് ഈ കളിയുടെ രക്തക്കറയുടെ ലാഭം കൊയ്യാമെന്ന് കരുതുന്നു. പക്ഷേ ഇരകൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഇരകളെ തേടി വരുന്നവർക്ക് അവർക്ക് രക്തത്തിന്റെ പുളി തീർന്നിട്ടില്ലെങ്കിൽ അവരും കൈവെക്കുന്നത് ഈ വിഭാഗത്തോട്. അതുകൊണ്ട് നഷ്ടത്തിന്റെ കണക്കുകളിലേക്ക് ഒരിക്കലും എണ്ണ ഒഴിക്കാൻ ശ്രമിക്കരുത് എന്ന യാഥാർത്ഥ്യം ഈ സമുദായത്തിന്റെ അകത്തുള്ള മുതലെടുക്കാൻ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. നമുക്ക് ഒരു വോട്ട്, ഒരു പാർട്ടി എന്ന തരത്തിലേക്ക് ആരെങ്കിലും ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ അവസാന ഘട്ടത്തിൽ നഷ്ടക്കണക്കാണ്, ലാഭക്കണക്കാവുകയില്ല നമുക്ക് തരുന്നെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇവിടെ ആരാണ് നോട്ടമിട്ടിരിക്കുന്നത്? അയൽവാസി, ഒരേ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നവർ, ഒരേ ബെഞ്ചിൽ നിന്ന് ചായമക്കാരിൽ നിന്ന് ചായ കുടിക്കുന്നവൻ, അവനവന്റെ മതവുമായി ജീവിക്കട്ടെ. ആ വിശ്വാസത്തെയും സ്വാതന്ത്ര്യത്തെയും വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ നാടിന് എന്താണ് നഷ്ടം? ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ ഈ രാജ്യം, ഈ നാട് ഒന്നുകൂടി ശക്തിപ്പെടും. ആർക്കാണ് എന്താണെന്ന് ലക്ഷ്യബോധമില്ലാതെ ആരോ നിർണയിച്ചു കൊടുത്തൊരു അജണ്ടയിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരെ ഒറ്റപ്പെടുത്താൻ, ഒന്നിച്ചു നിൽക്കാൻ ഈ മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തെ 100% സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വ്യത്യസ്തമായ നീക്കവും നടത്തും. ശക്തമായിട്ട് മഹല്ല് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഇത് ഒരൊറ്റ തീരുമാനം, ഒരൊറ്റ നടപടി, ഒറ്റ നീക്കം ചെയ്യേണ്ടത്. ഇവിടെയുള്ള ഹൈന്ദവരും സംരക്ഷിക്കപ്പെടണം. ഈ കൊലപാതകം ചെയ്തവൻ അത് അവന്റെ കുറ്റമാണ്, അവര് ചെയ്ത നിഷ്ഠൂരതയാണ്. അതിന്റെ പേരിൽ ഈ നാട്ടിലെ മറ്റൊരു ഹിന്ദുവും ആക്രമിക്കപ്പെട്ടുകൂടാ. അവൻ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. അവർക്ക് അവകാശം കൊടിഞ്ഞിപ്പള്ളിയിൽ വകവെച്ചു കൊടുത്തത് കുത്തുബുസ്സമാൻ മമ്പ്രത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശത്തിന് മുകളിൽ പോലും ഒരാൾ കൈവെക്കാൻ പാടില്ല, ആ അവകാശത്തെ പോലും ഹനിക്കപ്പെടാൻ പാടില്ല. അതാണ് സൗഹൃദം. ഇവിടെ ആരെങ്കിലും ചെയ്ത കുറ്റത്തിന്റെ പേരിൽ മറ്റു സമുദായത്തിലെ ഒരു നിരപരാധിക്ക് പോലും ഒരു പോറേൽക്കാൻ പാടില്ല. മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നാം കൂട്ടിപ്പിടിക്കുന്നത് പോലെ തന്നെ ആ വലയത്തിനകത്ത് തന്നെ മറ്റു സമുദായത്തിലെ മമൃതത്വങ്ങൾ നിങ്ങൾ കാത്തുമെന്ന് പറഞ്ഞ അവരുമുണ്ടായിരിക്കണം. അതാണ് സൗഹൃദം. എന്നല്ലാതെ വിദ്വേഷത്തിന്റെ പകയുടെ മൂടുപടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് കളിക്കുന്ന തീവ്രവാദി പ്രസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ആ തരത്തിലുള്ള ഒരു നീക്കമാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ജനസമ്പത്തിന്റെ കുറവല്ല, സംഘടിത ശക്തിയുടെ കുറവല്ല. അതൊരു പക്ഷേ എന്നത്തേക്കാൾ അധികമുള്ള സംഘടനയാണത്. ഒരാളിക്കത്തിക്കൽ ഒരിക്കലും ഒരു നാടിന് ഭൂഷണമല്ല എന്ന ശക്തമായ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. ആരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും ഇസ്ലാമിക വിശ്വാസം പഠിപ്പിക്കുന്നത് ഫൈസൽ രക്തസാക്ഷിയാണ്. ആ ഫൈസൽ മരിക്കുന്നില്ല, അവിടുത്തെ ജീവിച്ചിരിക്കുന്നവരാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയട്ടെ, ഈ നാട്ടിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ആ ഫൈസൽ ഷഹീദാണ്. ആ ഷഹീദിന്റെ ബർക്കത്തോടെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് ഞങ്ങൾ ദുആ ചെയ്യുന്നു. കാരണം ഫൈസൽ ഉന്നതങ്ങളിലാണ്. ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരും അതിനെ കൂട്ടുനിൽക്കുന്നവരും ശ്രദ്ധിക്കുക. ഏക്കാലത്തും ഇസ്ലാം മതം ജീവിച്ചിരിക്കുന്നുവോ അന്ന് രക്തസാക്ഷി പട്ടികയിൽ ഫൈസൽ ഉണ്ടായിരിക്കും. ആ ഫൈസലിന് വേണ്ടി ദുആകൾ വരും, പ്രാർത്ഥനകൾ വരും. ഫൈസൽ ഉന്നതനാണ്, മഹോന്നതനാണ്, രക്തസാക്ഷിയാണ്. ആ സഹോദരനെ ഞങ്ങൾക്ക് തന്ന, ഈ സമുദായത്തിന് തന്ന, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരോട്
യഥാർത്ഥത്തിൽ നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. അത് പക്ഷെ ക്രൂരതയുടെ മുഖമായി കാണിച്ചു പോയത് ആ ഒരു സമൂഹത്തെ അവരെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ പഴയ കൊടിഞ്ഞിയെ, മമ്പ്രത്തങ്ങളുടെ കൊടിഞ്ഞെ, കോമക്കുറുപ്പിനെ പള്ളികൾ നിർമ്മിക്കുമ്പോ അതിന്റെ മിനാരവും അതിന്റെ മിംബ്രയും അതിന്റെ കഴുക്കോലും പട്ടികയും അതോടൊപ്പം തന്നെ അതിന്റെ വാതിൽക്കെട്ടിലും പണിയാൻ വേണ്ടി ബഹുമാനപ്പെട്ട മമ്പ്രത്തങ്ങൾ നിയോഗിച്ചത് കോമുക്കുറുപ്പിനെയാണെങ്കിൽ ആ കോമുക്കുറുപ്പിനെ അംഗീകരിക്കാൻ മാത്രം വിശാലതയുള്ളവരാണ് മുസ്ലിം സമുദായം. കോന്തു നായര് തനിക്ക് ഒതുടുക്കാൻ വേണ്ടി വെള്ളം എടുത്തു കൊടുക്കും സമയമാകുമ്പോ ആ ഒതുവിന്റെ വെള്ളം ഒരു കിണ്ടിയിലാക്കി കൊടുത്ത കോന്തു നായർ, ആ കോന്തു നായര് അദ്ദേഹത്തോട് കോന്തു നായരെ നിങ്ങൾ മുസ്ലിം ആകണമെന്നല്ല പറഞ്ഞു കൊടുത്തത്, നേരെ മറിച്ച് ബഹുമാനപ്പെട്ട മമ്പ്രത്ത തങ്ങളുടെ സേവകനായി അവിടത്തോടൊപ്പം തന്നെ കോന്തു നായർ ജീവിച്ചു. പക്ഷെ ആ സമുദായത്തിൽ നിന്ന് കുറെ ആൾക്കാർ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. അത് കോന്തു നായരെയോ നേരെ മറിച്ച് കോന്തു നായരുടെ പ്രവർത്തനം മമ്പ്രത്തങ്ങളെ അലോസരപ്പെടുത്തിയില്ല. ഈ ഒരു നല്ല സൗഹൃദത്തിന്റെ ശീതളച്ചായയിൽ മുന്നോട്ട് പോകാനാണ് കൊടിഞ്ഞിക്കാർക്ക് ഇഷ്ടം എന്ന യാഥാർത്ഥ്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.